ഈ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് പാലക്കാട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിലേറ്റവും അഭിമാനകരമായ ഒരു പോരാട്ടം, ഒരുപക്ഷെ ഒരു പാർട്ടി ഏറ്റവും ആദ്യത്തെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും മണ്ഡലവുമായി പാലക്കാട് മാറുമ്പോൾ ആ പാർട്ടിയുടെ നേതാവും ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഞാൻ വെറുതെ തിങ്സ് ഇട്ടതല്ല, കേരളം മുഴുവൻ പാലക്കാട്ടേക്ക് നോക്കുന്നുണ്ട്. ഇവിടുത്തെ മത്സരം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശോഭ സുരേന്ദ്രൻ എന്ന ഇലക്ഷൻ എക്സ്പേർട്ടിൻ്റെ പോയിടത്തെല്ലാം വോട്ട് വർദ്ധിപ്പിച്ച് നല്ല പ്രകടനം കാഴ്ചവെച്ച ശീലമുള്ള ഇലക്ഷൻ എക്സ്പേർട്ടിൻ്റെ പ്രതീക്ഷ എന്താണ്? എനിക്ക് വളരെയേറെ ആത്മവിശ്വാസം ഉണ്ടാകുന്നു. കൂടാതെ ഇത്തവണ എനിക്ക് പാലക്കാട് കാണാൻ സാധിക്കുന്നത് BJPയുടെയോ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയോ പ്രവർത്തകരോ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരോ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടയിൽ പോലും ഞങ്ങളുടെ പ്രദേശങ്ങളിൽ വരണം, ഞങ്ങൾക്ക് കാണണം എന്ന് പറയുന്ന, ഇപ്പോൾ ഈ നമ്മൾ എല്ലാവരും ഒരുമിച്ച് അവിടെ കോട്ട മൈതാനത്തുണ്ടായിരുന്നു. അവിടെ വന്ന വിവിധ പ്രദേശങ്ങളിലെ കണ്ണാടിയിലെ, മാത്തൂരിലെ, പിരായിരിലെ ഒക്കെ അമ്മമാർ പറയുന്നത് ഞങ്ങളൊക്കെ വേറെ പാർട്ടിക്കാരായിരുന്നു, പക്ഷേ ശോഭ വരണം, വീട്ടിലേക്ക് എത്തണം എന്ന് പറയുന്ന വളരെ ഒരു സ്നേഹവും ഒരു പ്രതീക്ഷയും അവർക്കുണ്ട്. കാരണം അവർ ആഗ്രഹിക്കുന്നത് പാലക്കാട് ഒരുപാട് കാലമായിട്ട് 40 വർഷത്തിലധികം ഇവിടെ നിന്ന് കോൺഗ്രസ്സിന് ആളുകൾ വോട്ട് കൊടുത്തു, 20 വർഷത്തിലധികം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവസരം കിട്ടി. പക്ഷേ പാലക്കാടിൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നും വളരെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ആളുകൾക്ക് ആവശ്യമായതൊന്നും കിട്ടാതെ, വികസനത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ സാധിക്കാതെ അവർ ഇനിയും ഞങ്ങൾക്ക് എന്ത് എന്നുള്ള ഒരു ചോദ്യവുമായിട്ട് നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞത്, പല ആളുകളും പറയുന്നത്, ശോഭ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ MLAയുടെ 5 കോടി മാത്രമായിരിക്കില്ല പാലക്കാടേക്ക് കിട്ടുക, ശോഭയ്ക്ക് ദേശീയ തലത്തിൽ കേന്ദ്രമന്ത്രിമാരെ അറിയാം, അതുപോലെ തന്നെ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം നമുക്ക് വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയെ എനിക്ക് നേരിൽ ഫോണിൽ വിളിക്കാനായി. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങൊന്ന് വരണം നോമിനേഷന് കൂടെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതെന്തിനാണ് ശോഭ അങ്ങനെ പെട്ടെന്ന്, ഒരുപാട് തിരക്കുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അങ്ങ് വരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ചാർട്ടർ ഫ്ലൈറ്റ് വേണം, അതിലേ എനിക്ക് വരാൻ സാധിക്കും, അത്രയധികം തിരക്കുണ്ട്. നമ്മൾ വിളിക്കുന്നത് തലേ ദിവസമാണ്. അത് തന്നെ ഒരു തെറ്റാണ്. ശരിക്കും അത്രയും വലിയൊരു നേതാവിനെ പെട്ടെന്ന് വിളിക്കുക എന്നുള്ളത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു, വരികയാണെങ്കിൽ സന്തോഷം എന്നുള്ള രീതിയിൽ. പക്ഷേ അദ്ദേഹം വന്നു, തൃശ്ശൂരിൽ ഇറങ്ങി, അവിടെയും പങ്കെടുത്തു, എൻ്റെ മണ്ഡലത്തിൽ വന്നു. ഇവിടെ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സമയം അദ്ദേഹം എന്നോടൊപ്പം ചെലവഴിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ പാലക്കാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അങ്ങയുടെ കൂടി പേഴ്സണലായിട്ടുള്ള സഹായം, അതായത് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലല്ല, അങ്ങയ്ക്ക് പരിചയമുള്ള എത്രയോ ആളുകൾ ഗുജറാത്തിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആളുകളുണ്ട്, ഞങ്ങൾക്ക് പാലക്കാടിലേക്ക് ഞാൻ ചില പദ്ധതികൾ പറയുന്നുണ്ട്, അതിന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് CSR ഫണ്ടിൻ്റെ ആനുകൂല്യം വേണം, കൂടാതെ ഞങ്ങൾക്ക് അവിടെ നടത്തിയിട്ടുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ലോഞ്ചിങ്ങുകൾ ഞങ്ങൾ പാലക്കാട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. 10 ഏക്കർ സ്ഥലം പാലക്കാടുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ കയ്യിലാണ്. അവിടെ ഞങ്ങൾക്കൊരു 300 കോടിയുടെ ബജറ്റിൽ ഞങ്ങൾ വെച്ചിട്ടുള്ളത് 300 കോടിയുടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ള സഹായം കൂടി കിട്ടുമ്പോൾ പാലക്കാടിലെ സഹോദരി സഹോദരന്മാരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ശോഭ പോയാൽ പോരേ നിയമസഭയിൽ എന്നുള്ളതാണ്.